പച്ചക്കറി ചെടിയൊക്കെ തഴച്ച് വളരുകയെന്ന് മാത്രമല്ല അതിലുണ്ടാകുന്ന പച്ചക്കറിക്കൊക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും. അരിക്കാനും എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അരിച്ചെടുക്കാനൊക്കെ നല്ല പാടായതുകൊണ്ട് ഒരു പേനായോ അതുപോലത്തെ എന്തെങ്കിലും സാധനം കൊണ്ട് നമുക്ക് കണ്ടേ ഇതുപോലൊരു കുത്തു കൊടുക്കാം. എങ്കിൽ ഒരു ഹോളാവും. കണ്ടോ, ഇതും കൂടെ നമ്മുടെ എടുക്കുന്ന വെള്ളത്തിലോട്ട് വരത്തില്ല. അത് നമുക്ക് ഒത്തിരി മെനക്കേടില്ല. ഹലോ ഡിയേഴ്സ്, വ്ലോഗ്സ് ബൈ ഹസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ കുറേ വളങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ ജൈവ രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു വളമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വളത്തിനൊരു പ്രത്യേകതയുണ്ട്. പച്ചക്കറി ചെടിയൊക്കെ തഴച്ച് വളരുകയെന്ന് മാത്രമല്ല അതിലുണ്ടാകുന്ന പച്ചക്കറിക്കൊക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും. അത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ചീര കൃഷി ചെയ്തപ്പോഴാണ്. ഇതിൽ ചീരയുടെ വിത്തൊക്കെ പാകിയിട്ട് നിറച്ചങ്ങ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ചാക്കിലും തെങ്ങിൻ്റെ തടത്തിലുമൊക്കെ എല്ലാം നട്ടു വെക്കും. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടും പിന്നെയും കാണും ഇഷ്ടം പോലെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കുറേ കൊടുക്കുമ്പം ഇവർ കഴിച്ചിട്ട് പറയും ഇത് ഏത് ടൈപ്പ് ചീരയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. അന്നൊന്നും ഏത് സൈസ് വിത്താന്നൊന്നും അറിയത്തില്ല. ചീര വിത്ത് കിട്ടും, നമ്മൾ പാകും, അത് പറിച്ച് നട്ട് ഇഷ്ടം പോലെ അങ്ങ് ഉണ്ടാവും. അപ്പോൾ അതിന് ഞാനന്ന് സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ ചീര എളുപ്പം വളരാൻ വേണ്ടി ഗോമൂത്രം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം, പച്ച ചാണകം കലക്കി ഒഴിക്കണം, അങ്ങനെയൊക്കെ ഇല്ലയോ. ഗോമൂത്രമൊന്നും എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ സ്ലറി ഒഴിച്ചു കൊടുത്താൽ ഇത് വളർത്തിയത്. അപ്പം അതുകൊണ്ടാണ് അതിന് അത്രയും ടേസ്റ്റ് വന്നത്. കാരണം ഈ സെയിം തന്നെ ചീരത്തൈ ഇവർക്ക് കൊടുത്തിട്ട് അവർ കൊണ്ട് നട്ട് വളർത്തിയിട്ട് തോരൻ വെച്ചിട്ട് പറയും അന്നത്തെ ആ ചീരയുടെ അത്ര ടേസ്റ്റ് ഇല്ല, ഇത് വേറെ തൈയായിരുന്നു എന്ന് ചോദിക്കും. സത്യത്തിൽ ഇത് ഏതെന്നും ചീര എന്നുള്ളതല്ല, നമ്മൾ ഈ സ്ലറി ഒഴിച്ചു കൊടുത്ത് വളർത്തുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ആ വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, ഇത് 20 ലിറ്ററിൻ്റെ ഒരു പെയിൻറ്റ് ബക്കറ്റാണ്. കണ്ടോ, ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇത്തരം സാധാരണ നമ്മളിതിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താണ് വെക്കുന്നത്. പക്ഷേ അതെന്ന് വെച്ചാൽ നമുക്ക് അരിക്കാനും എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അരിച്ചെടുക്കാനൊക്കെ നല്ല പാടായതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചാക്ക് എടുക്കണം. ഇത് വെളുത്തുള്ളി വരുന്ന ചാക്ക്. ഇത് പലചരക്കടയിൽ പച്ചക്കറി കടയിലൊക്കെ ചോദിച്ചാൽ ഇതുപോലത്തെ ഒരു ചാക്ക് കിട്ടും. ഇതെടുത്തിട്ട് നമുക്ക് ഇതിനകത്തൂടെ കയറ് കോർത്ത് കൊടുക്കണം. കണ്ടോ, ഇതിൻ്റെ ഈ ഇത്രയും ഭാഗം കുറച്ച് ഭാഗം വിട്ടിട്ട് ഇവിടെ മുതൽ നമുക്ക് ഒരു പേനായോ അതുപോലത്തെ എന്തെങ്കിലും സാധനം കൊണ്ട് നമുക്ക് ഇതുപോലൊരു കുത്തു കൊടുക്കാം. എങ്കിൽ ഒരു ഹോളാവും. കണ്ടോ, ഇങ്ങനെ കുറച്ച് ഹോളുകൾ ഇട്ടിട്ട് ഇതുപോലത്തെ കയറെടുക്കണം. ഈ ഹോൾ ഇട്ടിട്ടൂടെ നമുക്ക് ഈ കയറിങ്ങനെ കോർത്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ അതിലേക്കൂടെ എടുത്തിട്ട് പിന്നെ ഇപ്പുറത്തൂടെ എടുത്ത് കണ്ടോ ഇങ്ങനെ കോർത്ത് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, എന്നിട്ട് ബാക്കി കയർ ഇത്രയും മതി. ബാക്കി കയർ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ചാക്ക് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് സാധനം ഇട്ട് കൊടുക്കാനുണ്ട്. ഇത് കണ്ടോ, ഇത് കടലപ്പിണ്ണാക്ക. ഇതൊരു 2 പിടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇത് വേപ്പൻ പിണ്ണാക്ക്. ഇത്ര അളവെടുക്കണം. ഇതൊരു ഗ്ലാസ് ഉണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത്രയും തന്നെ അളവ് എല്ലുപൊടി, അതും കൂടി ഇട്ട് കൊടുക്കാം. കണ്ട് ഇനി നമുക്ക് ഇത് ഈ പെയിൻറ്റ് ബക്കറ്റിനകത്തോട്ട് വയ്ക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇത് കുറേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചേക്കുന്നതാണ്. നല്ല പുളിച്ചിരിക്കുക ഈ കഞ്ഞിവെള്ളം. ഇനി ഇതിലോട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, എന്നിട്ട് ഈ കയറ് നമുക്ക് കൂട്ടി അങ്ങ് കെട്ടാം. കണ്ടോ, ഇങ്ങനെ കൂട്ടി അങ്ങ് കെട്ടണം. ഇനി നമുക്കിത് ഒഴിക്കണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കങ്ങ് അടച്ച് വെച്ചേക്കാം. ഒരു 3 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്കിത് എടുത്തൊഴിച്ചു കൊടുക്കാം. പച്ചക്കറി വേസ്റ്റ് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇപ്പം 3 ദിവസമായി. കണ്ടോ, നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇത് നല്ല വളമായിട്ടുണ്ട്. ആ പച്ചക്കറി വേസ്റ്റൊക്കെ കഞ്ഞിവെള്ളത്തിൽ അലിഞ്ഞിട്ട് കണ്ടോ
ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് അരിക്കണ്ട. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റും കൂടെ നമ്മുടെ എടുക്കുന്ന വെള്ളത്തിലോട്ട് വരത്തില്ല. അത് നമുക്ക് ഒത്തിരി മെനക്കേടില്ലയോ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട്, ഒരു പഴയ ഒരു ബക്കറ്റ് ഒരു പാത്രത്തിലോട്ടോ അതാ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതാ കണ്ടോ, നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും ഇല്ലാതെ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം. ഇത് 20 ലിറ്റർ കൊള്ളുന്ന ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് 2 കപ്പ് ഒഴിക്കാം. 2 കപ്പ് മാത്രം മതി. കണ്ടോ, ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മുടെ പച്ചക്കറി ചെടിക്കൊക്കെ കുറേശ്ശെയായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി കണ്ടോ, ഇതൊക്കെ എന്ത് ആരോഗ്യത്തോടെ വളരുന്നതെന്ന് നോക്കിക്കേ. ഇതിൻ്റെ തണ്ടിൻ്റെ കനം കണ്ടോ, ഇതാണെങ്കിൽ നിറച്ച് പൂവിട്ടിട്ടുമുണ്ട്. കണ്ടോ, ഈ തക്കാളി നോക്കിക്കേ, ഇതിനകത്ത് കുറേ തക്കാളിക്ക പിടിച്ചിട്ടുമുണ്ട്. ഇത് ആദ്യമേ തന്നെ പൂത്തായിരുന്നു, അതൊക്കെ കായായി. ഇത് സാമ്പാർ അമരയാണ്. ഇത് നോക്കിക്കേ, നല്ല കരുത്തോടെ ഇത് വളരുന്നത് കണ്ടോ. ഇത് ക്യാബേജാണ്. ക്യാബേജിനും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കോളിഫ്ലവറിനും ഒഴിച്ചു കൊടുക്കാം. 2 ദിവസം കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇത് വഴുതനയാണ്. കണ്ടോ, വഴുതനയുടെ എല്ലാവരും പറയും വഴുതനയുടെ മണ്ട നുള്ളി വിട്ടു കൊടുക്കണം, അപ്പോൾ ഒരുപാട് എത്ത് വരുമെന്ന്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. നോക്കിയേ, ഇഷ്ടം പോലെ എത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിനകത്തെല്ലാം നിറച്ച് പൂവായിക്കോളും. ദാ ഇവിടെ ഒരു കുഞ്ഞു വഴുതനങ്ങ പിടിച്ചത് കണ്ടോ. നല്ല നീളമുള്ള വയലറ്റ് വഴുതനയുടെ തയ്യാണ് നമ്മൾ വെച്ചത്. നമ്മുടെ പാവലൊക്കെ ദാണ്ട് വളർന്ന് പന്തലേ കയറിയിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ദാണ്ട് പൂത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നതൊക്കെ ആൺപൂവാണ്. കണ്ടോ, ഇതുമൊക്കെ ആൺപൂവാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ പെൺപൂവാകത്തുള്ളൂ. നമ്മൾ ചാക്കിൽ പയർ നട്ടിരുന്നല്ലോ, നോക്കിക്കേ, ആ പയറും വളർന്ന് ദാണ്ട് പന്തലിലോട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ, നല്ല കരുത്തോടെ ഇത് വളരുന്നത്. ഇതിൻ്റെ നോക്കിക്കേ, ഓരോ ഇലയുടെ അറ്റത്തും ഇതിന് പൂവായിട്ടുണ്ട്. കണ്ടോ, ഇത് വിരിഞ്ഞില്ല, പൂ മുട്ടായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഓരോ ഇലയുടെ അറ്റത്തുനിന്നും മുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു 2 ദിവസം കൂടുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറി ചെടികളും നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരും. ഈ വളം ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ചീരയ്ക്കുമൊക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് എല്ലുപൊടിയും ചേർക്കണ്ട, നമ്മുടെ പച്ചക്കറി വേസ്റ്റിൽ ഏത്തപ്പഴത്തിൻ്റെ തൊലിയും ചേർക്കണ്ട. കാരണം ഇത് ചീരയ്ക്ക്, ജർജീറിന് അതൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് പൂത്തു പോകും. അപ്പോൾ അതിന് നമ്മൾ വേറെ ഇച്ചിരി വളം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ വീട്ടിൽ ചെറിയൊരു പച്ചക്കറിത്തോട്ടം ഉള്ളവരാണെങ്കിൽ പോലും ഇതുപോലൊരു വളം ഉണ്ടാക്കി വെക്കുക. നമ്മുടെ പച്ചക്കറി വേസ്റ്റിന് ഒരു പരിഹാരമാവും, നമുക്ക് നല്ല സൂപ്പർ ഒരു വളവും കിട്ടും. പ്രത്യേകിച്ച് നമുക്ക് അതിന് പൈസ ചിലവൊന്നും ഇല്ലല്ലോ. ഒരു ഇത്തിരി വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും വാങ്ങിച്ചാൽ മതി. അത് ഓരോ പിടി വീതം മതിയല്ലോ. പറ്റുന്നവരൊക്കെ ഇതുപോലൊരു വളം ഒന്നുണ്ടാക്കി വെച്ചിട്ട് പച്ചക്കറിക്ക് ഒഴിച്ചു നോക്കുക. അപ്പോൾ ആ പച്ചക്കറി കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഈ വളത്തിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.